മലപ്പുറം തിരൂരിൽ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുടുങ്ങിയാണ് മുഹമ്മദ് സിനാൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെ നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയാണിത്. ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ സാങ്കേതിക തകരാറ് മൂലം ഒരു കുട്ടിയുടെ ജീവൻ വരെ നഷ്ടമായി എന്നുള്ളത്. അത്യാവശ്യം വലിയ ഹെവി മോട്ടറോട് കൂടിയിട്ടാണ് ഇത്തരം ഗേറ്റുകൾ പ്രവർത്തിക്കുന്നത്. ആം മോട്ടർ, റോളർ മോട്ടർ, അതുപോലെ സ്ലൈഡിംഗ് മോട്ടർ, ഇങ്ങനെ പലതരം മോട്ടറോട് കൂടിയിട്ടാണ് ഇത്തരം ഗേറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിക്ചർ സെൻസർ അഥവാ ഫോട്ടോ സെല്ലുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതായത് ഗേറ്റ് അടയുന്ന സമയത്ത് ഗേറ്റിൻ്റെ അടുത്തോ സെൻറ്ററിലോ ആളുകൾ നിൽക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓട്ടോമാറ്റിക് അടയാതിരിക്കാൻ, അവിടെ സ്റ്റോപ്പ് ആവാനോ റിട്ടേൺ പോകാനോ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നത്. ഇത്തരം സെൻസറുകൾ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇത്തരം മോട്ടറുകൾ. പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഇതുപോലെ ഗേറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ, മോട്ടോർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക് തുറയാനോ അടയാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചില സൈറ്റിൽ റിലേ കൊടുത്ത് വേറെ മൊബൈലിൽ നിന്നൊക്കെ കണക്ഷൻ കൊടുത്തിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇൻവെർട്ടറൊക്കെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഓഫായി ഓണാവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വർക്ക് ചെയ്യുന്ന ഇത്തരം മോട്ടറുകൾ ഗേറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഷട്ടറുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഓപ്പണായി ക്ലോസ് ആകുന്ന പല സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരം ഓട്ടോമാറ്റിക് മോട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. നിലവിൽ ഇൻസ്റ്റാൾ ചെയ്ത സെൻസറുകളുടെ പ്രവർത്തനം 100% വർക്കിംഗ് അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യാത്ത സൈറ്റുകളിൽ അടിയന്തരമായിട്ട് തന്നെ ഇത്തരം സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്.